200 വർഷത്തിലധികം പഴക്കമുള്ള തൃശൂർ പൂരത്തിന്റെ ചരിത്രം ഇത്തവണ 2 യുവതികൾ മാറ്റിയെഴുതുകയാണ്. പൂരപ്പറമ്പിൽ പുരുഷന്മാർ മാത്രം കൊട്ടിക്കയറിയ ചെണ്ടയിൽ ഇത്തവണ മാറ്റത്തിന്റെ താളവുമായി എത്തുന്ന 2 യുവതികൾ അർച്ചനയും അശ്വതി ആണ് നമുക്കിപ്പോൾ ചേർന്ന്. ഇതെങ്ങനെ ചെണ്ടയിലേക്ക് എത്തിയേ? ആക്ച്വലി മോനെ പഠിക്കാനായിട്ടാണ് വിട്ടത്. അപ്പോൾ അത് കണ്ടിട്ട് എനിക്കിങ്ങനെ അറിയത്തില്ലായിരുന്നു, നമുക്കൊക്കെ പറ്റുമെന്ന് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ സാറിനോട് ചോദിച്ചു ഞങ്ങൾക്കൊക്കെ പറ്റുമോ എന്ന് ചോദിച്ചു. പറ്റുമെന്ന് പറഞ്ഞാൽ അങ്ങനെ പോയതാണ്. ഈ പറയുന്ന സാർ നിങ്ങളുടെ ആരായിട്ട് വരും? എൻ്റെ ഹസ്ബൻഡ്. ഹസ്ബൻഡ് പറഞ്ഞിട്ടാണ് പഠിക്കാൻ തുടങ്ങിയത്? അല്ല, ഞാൻ ചെറുപ്പം മുതലേ, ഞാൻ തൃശ്ശൂർ സ്വദേശിയാണ്. അപ്പോൾ ചെറുപ്പം മുതലേ പൂരം, തൃശ്ശൂർ പൂരത്തിനെല്ലാം സ്ഥിരമായിട്ട് വരുന്ന ഒരാളാണ്. അന്നൊന്നും പഠിക്കാനുള്ള അവസരമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോൾ കല്യാണം കഴിഞ്ഞപ്പോൾ ചേട്ടൻ ക്ലാസ്സൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ മോനെ ചേർത്താൻ ഇതുപോലെ തന്നെയാണ്. ഞാൻ മോനെ ആദ്യമായിട്ട് അവനെ പഠിപ്പിച്ചത്. അതിനുശേഷം അവൻ്റെ ഒരു അരങ്ങേറ്റത്തിന് ലാസ്റ്റത്തെ ഒരു മാസം ആകുമ്പോഴേക്കും ഞാൻ ജോയിൻ ചെയ്തു. അങ്ങനെ ഒരു 7 വർഷമായി ഇപ്പം എൻ്റെ അരങ്ങേറ്റം കഴിഞ്ഞിട്ട്. പൂരത്തിൽ ഒരാൾ ആത്മവിശ്വാസമൊക്കെ എങ്ങനെ? അതെ, ഒരു കുറവൊന്നുമില്ല. പക്ഷെ ഒരു ഫസ്റ്റ് ടൈമാണ്, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അന്ന് ശരിക്കും പറയേണ്ടത് കണിമംഗലം അവരുടെ ദേവസ്വമാണ്. നമ്മുടെ അവിടെ ദേവസ്വം ട്രസ്റ്റി ഉണ്ട്, അതുപോലെ അവിടുത്തെ മാനേജർ ഉണ്ട്. അപ്പോൾ അവരൊക്കെയാണ് ശരിക്കും സപ്പോർട്ടീവ്. അല്ലെങ്കിൽ ഇപ്പം നമ്മളെ പോലുള്ള ആൾക്കാർക്ക് ഒരു അവസരം ഇല്ലല്ലോ. അപ്പോൾ ഇങ്ങനത്തെ ഘടകപൂരങ്ങളിലേക്കായാലും ഇനിയുള്ള പൂരങ്ങളിലേക്കും ഇതുപോലെ സ്ത്രീകളെ ഉൾപ്പെടുത്തിയാൽ സന്തോഷം. കാരണം ഇനി ഒരുപാട് സ്ത്രീകൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു തുടക്കമാവട്ടെ പ്രതീക്ഷിക്കണം. ചരിത്രത്തിന്റെ ഭാഗമാകുമായിരിക്കും, ആകും. ഇതിലോട്ട് സ്ത്രീകളും വരണം എന്നുള്ളത് കൊണ്ട് മാത്രം, അത്രേ ഉള്ളൂ. അല്ലാതെ ഇപ്പോഴും നമ്മളിപ്പോൾ കൊട്ടണമെന്നൊക്കെ പറയുമ്പോഴും ഒരു വിഭാഗം ആൾക്കാർ അതെയോ വേണോ എന്നുള്ളവരിൽ സ്ത്രീകളിലും ഉണ്ട്. പക്ഷെ അതിന് മാറ്റം വരണം. കാരണം ഇപ്പം ഈ 2025 തൃശ്ശൂർ പൂരത്തിന് തുടക്കം കുറിക്കുമ്പോൾ വലന്തലയിലാണ്. കാരണം ഞങ്ങൾ ഇടന്തല പഠിച്ച് അരങ്ങേറ്റം കഴിഞ്ഞവരാണെങ്കിലും തൃശ്ശൂർ പൂരത്തിന് ഇപ്രാവശ്യം ഞങ്ങൾ വലന്തലയിലാണ് തുടക്കം കുറിക്കണേ. പക്ഷെ അടുത്ത വർഷം ആകുമ്പോഴേക്കും ഞങ്ങൾ ഇടന്തലയിലേക്ക് കയറും. ഈ കണിമംഗലം ദേവസ്വമാണോ അവസരമൊക്കെ ഒരുക്കിയത്? അതെ, കണിമംഗലം ദേവസ്വമാണ്. ആക്ച്വലി ഞങ്ങളുടെ നാടും കൂടിയാണ്, എൻ്റെ ജന്മനാടും കൂടിയാണ് അവിടെ. അപ്പോൾ അവിടുത്തെ വെല്യാലിക്കൽ കണിമംഗലം ദേവസ്വം ട്രസ്റ്റി ഉണ്ട്. അപ്പോൾ അവരാണ് സപ്പോർട്ടീവ്. എല്ലാവരും വരണം ഇതിലോട്ട്. ഒത്തിരി പേർക്ക് ഇഷ്ടമുള്ളവരുണ്ട്, പക്ഷെ ഈ ഒരു മടി എല്ലാവർക്കും ഇതിലോട്ടൊക്കെ വരാനുള്ള. അപ്പോൾ എല്ലാവരും വരണം, തുടക്കമാവട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ അർച്ചനയും അശ്വതിയും കൊട്ടിക്കയറുകയാണ്. ഇതൊരു തുടക്കമാകട്ടെ. കൂടുതൽ സ്ത്രീകൾ പൂരത്തിന്റെ ഭാഗമാകട്ടെ. പൂരനഗരിയിൽ നിന്ന് ക്യാമറമാൻ വിജേഷ് പുതുവാശ്ശേരിക്കൊപ്പം ഷിനോജ് എസ് ടി, മാതൃഭൂമി ന്യൂസ്. ഷിനോജ് എസ് ടി ചേരുന്നുണ്ട് തത്സമയം. ഷിനോജ്, ഈ ഉത്സവങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ ഈ അടുത്ത കാലങ്ങളിലായിട്ടാണ് വളരെ സന്തോഷിച്ചു വരുന്നതും അവർ ഡാൻസ് ചെയ്യുന്നതും ഡ്രസ് കോഡ് ഇട്ട് ഇറങ്ങുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇത്തവണ തൃശ്ശൂർ പൂരത്തിനൊക്കെ പ്രത്യേകിച്ചുണ്ട്. കഴിഞ്ഞൊരു 4-5 വർഷമായിട്ട് മാത്രമേ ഉള്ളൂ സ്ത്രീകളുടെ സാന്നിധ്യം കൂടുതലായിട്ട് നമുക്ക് കാണാൻ തുടങ്ങിയിട്ടുള്ളൂ. ഇത്തത് ഒരു വാദ്യമേളത്തിൽ കൂടി സ്ത്രീകൾ എത്തുന്നു എന്ന് പറയുമ്പോൾ വലിയ സന്തോഷവും അഭിമാനമൊക്കെ ഉണ്ട്. തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാലേ ചരിത്രമാണ്. അപ്പോൾ ഈ വർഷത്തെ പൂരം ഇങ്ങനെ കൂടി ചരിത്രം കുറിക്കുകയാണ്. ഷിനോജ് ഇപ്പോൾ പൂരം നഗരിയിലുണ്ട്. അപ്പോൾ നാളെ എന്തായാലും ഇവരെ കൊട്ട് കാണാൻ പോവല്ലേ? തീർച്ചയായും. കാരണം അവർ നമ്മളെ വിളിച്ചിട്ടുണ്ട്. നമ്മളെ മാത്രമല്ല, എല്ലാ പ്രേക്ഷകരും, കാണുന്ന പ്രേക്ഷകരൊക്കെ തന്നെ ഈ 2 പേരും വിളിച്ചിട്ടുണ്ട്. എന്തായാലും ഈ തൃശ്ശൂർ പൂരത്തിന് സ്ത്രീകളുടെ പങ്കാളിത്തം കുറവാണ് എന്നൊരു ആക്ഷേപത്തിന് വലിയ രീതിയിൽ പഴക്കമുണ്ട്. കാരണം പതിറ്റാണ്ടുകൾക്ക് പഴക്കമുള്ള ഒരു ആക്ഷേപമാണ് ഇത്തരത്തിൽ ഈ തൃശ്ശൂർ പൂരത്തിന് സ്ത്രീകളുടെ പങ്കാളിത്തം കുറവാണ് എന്നുള്ളത്. അത്തരത്തിൽ ഈ ആക്ഷേപം മാറ്റുന്നതിന് വേണ്ടി വലിയ രീതിയിലുള്ള പരിപാടികൾ, പ്രത്യേകിച്ച് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നാകട്ടെ, ഈ വിവിധ ദേവസ്വം ബോർഡുകളുടെ ഭാഗത്തുനിന്നാകട്ടെ, ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്നാകട്ടെ, അങ്ങനെ വിവിധ തരത്തിലുള്ള പരിപാടികളൊക്കെ തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി, ഒരു 4-5 വർഷങ്ങളായി ഇത് തുടർന്ന് വരുന്നുണ്ടായിരുന്നു. ഇത്തവണയും അത്തരത്തിലുള്ള പരിപാടികളൊക്കെ തന്നെ നടക്കുന്നുമുണ്ട്. അങ്ങനെ കഴിഞ്ഞ കുറച്ച് നാളുകളായി, 1-2 വർഷമായി ഈ സ്ത്രീകളുടെ പങ്കാളിത്തം കഴിഞ്ഞ മുൻ വർഷങ്ങളെയൊക്കെ അപേക്ഷിച്ച് തൃശ്ശൂർ പൂരത്തിൽ സ്ത്രീകളുടെ പങ്കാളിത്തം ഇപ്പോൾ കൂടി വരുന്നുണ്ടെന്നത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷേ അപ്പോഴും ഇത്തരത്തിൽ ഈ വാദ്യമേളത്തിൽ പൂരമെന്ന് പറയുമ്പോൾ, നമ്മുടെ തൃശ്ശൂർ പൂരം എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് വരുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ. പക്ഷേ അവിടെയൊന്നും സ്ത്രീകളുടെ പങ്കാളിത്തം ഇല്ല എന്നത് ഒരു വിഷയം തന്നെയാണ്. പക്ഷേ കഴിഞ്ഞ വർഷം ഹൃദയ നിറന്ന് പറയുന്ന പെൺകുട്ടി കുറുങ്കുഴൽ വായിച്ച് ചരിത്രത്തിൻ്റെ ഭാഗമായി അന്നത് വലിയ രീതിയിൽ ആഘോഷിക്കപ്പെട്ടിരുന്നു, വലിയ രീതിയിൽ കയ്യടിയൊക്കെ നേടിയിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഈ മേളത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായ ഒരു ചെണ്ട, അത്തരത്തിലുള്ള ഉപകരണങ്ങളും തന്നെ അന്ന് ഈ പെൺകുട്ടികൾ വായിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ
ഈ നാളത്തെ പൂരത്തിൽ നടക്കാൻ പോകുന്ന പൂരത്തിൽ ഒരു 2 പെൺകുട്ടികൾ ആദ്യമായിട്ട്, പുരുഷന്മാർ മാത്രം പൂരപ്പറമ്പിൽ ചെണ്ട കൊട്ടി കയറിയിരുന്ന അതേ പൂരപ്പറമ്പിൽ ഇപ്പോൾ 2 പെൺകുട്ടികൾ കൂടി നാളെ ചെണ്ട കൊട്ടാൻ ഇറങ്ങുകയാണ്, അശ്വതിയും അർച്ചനയും. എന്തായാലും അവർ തന്നെ പറയുന്നത് പോലെ കൂടുതൽ ഇതൊരു തുടക്കമാകട്ടെ, കൂടുതൽ പെൺകുട്ടികൾ അവരുടെ പാത അനുകരിച്ച് ഇതിലേക്ക് വരട്ടെ. തൃശ്ശൂർ പൂരം കൂടുതൽ സ്ത്രീകൾക്കുള്ള ഒരു സൗഹൃദ വേദി കൂടിയാകട്ടെ. അങ്ങനെ കൂടുതൽ ആളുകൾ, പെൺകുട്ടികളൊക്കെ സ്ത്രീകൾ പങ്കെടുക്കുന്ന ഒരു പൂരമായി മാറട്ടെ എന്ന് വരും വർഷങ്ങളൊക്കെ തന്നെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് വരും വർഷങ്ങളിലും ഒരുപാട് സ്ത്രീകൾ തൃശ്ശൂർ പൂരം കാണാനായിട്ട് എത്തട്ടെ. അതോടൊപ്പം തന്നെ ഒരു വാദ്യമേളത്തിന്റെ ഭാഗമാകാൻ അശ്വതിയും അർച്ചനയും എത്തി ഇത്തവണ ചരിത്രം കുറിക്കുന്നത് പോലെ ഇനി വരും വർഷങ്ങളിലും വാദ്യമേളത്തിൽ നമുക്ക് കൂടുതൽ സ്ത്രീകളുടെ പങ്കാളിത്തം കാണാൻ കഴിയട്ടെ.